ഈ കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെയാണോ ഈ ഡോക്ടർ അരുൺകുമാർ ചെയ്യുന്ന മോശം പരിപാടി എന്ന് നീ പറയുന്നത്? എടാ, പട്ടിണി കിടന്ന് ഒരു നേരത്തെ അന്നമില്ലാതെ കുടുംബം മുഴുവനും പട്ടിണി കിടന്ന് പലരും പറ്റിച്ചുകൊണ്ട് പോയ സമയത്തും അവർക്ക് ആരോടും പറയാനില്ലാതെ അവർ പലരോടും കാല് പിടിച്ച് പറഞ്ഞപ്പോഴും അവരെ അംഗീകരിക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ലാതെ കിടന്നിരുന്നിടത്ത് ഈ റിപ്പോർട്ടർ ചാനൽ ഒരു പരമ്പര തയ്യാറാക്കി അവർ അങ്ങോട്ടേക്ക് പോയി അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്താണെന്നും ഡോക്ടർ അരുൺകുമാറിൻ്റെ മനസ്സെന്താണെന്നും ഡോക്ടർ അരുൺകുമാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ ടീം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. റിപ്പോർട്ടർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ ആ പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓരോ പ്രവൃത്തിയും. നമ്മൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർ കവർ ചെയ്തതും അവർ അതിനെപ്പറ്റി സംസാരിച്ച രീതികളും എല്ലാം നമ്മൾ കണ്ടതാണല്ലേ. അങ്ങനെയുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കാനായിട്ടൊരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ ലോകം മുഴുവനും ഇരിക്കുമ്പോൾ, അതായത് പാവപ്പെട്ട ആളുകൾക്ക്, നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ വേടൻ സംസാരിച്ചത്. ആ വേടൻ സംസാരിച്ചതുപോലെ മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാനായിട്ടൊരു വ്യക്തി വന്നപ്പോൾ ആ വേടൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇനി ഡോക്ടർ അരുൺകുമാർ